ഹലോ, എല്ലാവർക്കും അമൃത ടോക്കീസിൻ്റെ പുതിയൊരു ബ്ലൂബെറി പിക്കിംഗ് വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. തിരിയണ്ട എത്രയാ, ഇതിലെല്ലാം പകത്തിട്ടുണ്ട്. അയ്യോ വീണോയി. നിങ്ങൾ അപ്പുറത്ത് കാണുന്നുണ്ട്, അവിടെ 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 അയ്യോ മര്യാദക്ക് തിരിയുന്നില്ല. ബീട്രൂട്ട് ഉണ്ട്. ഇത് മൊത്തം ഫാമാ. നമ്മളിവിടെ അടുത്തുള്ളൊരു നോഴ്സ് ഫാമിലാണ് ബ്ലൂബെറി പിക്കിങ്ങിന് പോയത് കേട്ടോ. രാവിലെ പോയത്. ഇത് കണ്ട ഇങ്ങനെ ഒരു ക്വാർട്ടർ സാധനത്തിന് നിറയുള്ളതിന് $5 തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ഫാമിലി ആയതുകൊണ്ട് നമ്മൾ 3 എടുത്തു. നമുക്കൊന്നും അവർക്ക് 2. ഇത് കണ്ട ആമി വലിയ ആളെ പോലെ ബ്ലൂബെറി മുറുക്കി നടക്കുക. ഓടിയോ? മോറ് വേണോ? മോറ് ഒന്ന് പറിച്ച് നോക്കട്ടെ അമ്മ. പച്ചയല്ല, ബ്ലാക്ക് മാത്രം, ഈ ബ്ലാക്ക് കളർ മാത്രം. ബ്ലൂബെറി പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ റാസ്ബെറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണേ. വേണോ വേണ്ടയോ എന്ന് പോയി നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അതാമിക്ക് അവള് പറിച്ചതാ. അത് ശ്രദ്ധിക്കണം, അതിന് മുള്ളുണ്ട്. ബ്ലൂബെറി നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ആ ബാസ്ക്കറ്റിൽ അതിലിട്ട് കൊടുത്തതാണ് കേട്ടോ. അതാണ് ആമി പൊറുക്കി തിന്നുകൊണ്ട് വരുന്നത്. ഇതാണ് റാസ്ബെറി. അതിൻ്റെ കളറ് നോക്ക്, നല്ലോണം പഴുത്ത റാസ്ബെറി ഇങ്ങനെ നല്ല ചുവപ്പ് നിറത്തിലുണ്ടാവും. ഇത് നമ്മൾ സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ മുകളിൽ മുള്ളുണ്ട്. ഇത് പറിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി നമ്മള് പശുമ്പാ. ഇതെന്താമി? അവിടെ ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് ഒക്കെ കണ്ട. ഇത് തക്കാളിയാണേ, കണ്ട. ഇത് അവിടെ തന്നെ ഫാമില് ഉണ്ടാക്കിയ അവിടുത്തെ ഫ്രഷ് പ്രൊഡ്യൂസാണ്. അപ്പൊ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വെച്ചേക്കുക. ഞാനിത് കണ്ടതാ. ഇത് ബീട്രൂട്ട് ചീരയായത് കേട്ടാ. ഈ ചീര നമ്മൾ കഴിക്കുമ്പോൾ നാട്ടിലത്തെ ചീരേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ബീട്രൂട്ടും ചീരയും അടക്കമുള്ള അത് ഞാനെടുത്തു. പിന്നെ എന്തോ ഒരു കുഞ്ഞി കോളിഫ്ലവറും ഉണ്ടായി. പിന്നെ എന്താ കെയില് അല്ലേ, അതും എടുത്തു. ശരിക്കും അറിയേണ്ടത് ഇപ്പറന്നാമോ, ഇവിടുന്ന് അങ്ങോട്ട് അറിയണ്ടേ. ആ ഡിസ്റ്റൻസ് കിട്ടാം. കുട്ടികളാണ് അവിടെ നിന്ന് ചെയ്യേണ്ടത്. നോ ഇതിന്റെ ഇപ്പുറത്ത് നിൽക്കണം. അങ്ങനെയാണ്. അപ്പോഴാണ് ചലഞ്ചിങ് ആവുന്നുണ്ട്. അവിടേക്ക് ഫാമിൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് എന്താ ഒരു സാൻഡ്വിച്ചും ബ്ലൂബെറി മഫിനും പിന്നെ ബ്ലൂബെറി ലെമനേഡും, അതായത് ഫ്രഷ് സാധനങ്ങളാണ്. ഫ്രഷ്ലി സ്ക്വീസ്ഡ് ബ്ലൂബെറി ലെമണേഡൊക്കെ ആയിരുന്നു. നിങ്ങൾ അവിടെ കണ്ടില്ലേ ഒത്തിരി സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് അത്ര. ഈ ബേസിൽ, ഫ്രഷ് ബേസിൽ എല്ലാം ഉണ്ട്. അത് അങ്ങോട്ടെല്ലാം കൃഷിസ്ഥലങ്ങളുണ്ട്. ഈ പൂക്കൾ അവരെന്തിനാ വെച്ച് ഭംഗിക്കായിരിക്കും അല്ലേ. നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. നമുക്ക് പൂക്കളെ സുற்றிയോയി വിടുങ്ങൾ അവർ വന്ന് വിട്ട. നമ്മളെ ചെണ്ടുമല്ലി ഉണ്ടല്ലോ ഇവിടെ, ചെണ്ടുമല്ലിക പൂ. ഒരു പച്ചക്കറിക്കട സെറ്റപ്പിൽ അവർ കണ്ട, ഉന്തുവണ്ടിക്കട പോലെയൊക്കെ വീലൊക്കെ. ഇത് ഓൾറെഡി പറിക്കാൻ മടിയുള്ളവർക്ക്. ഞങ്ങളൊന്നെടുത്തു. ഇതും മറ്റേ നല്ല ഫ്രഷാ. ഇതിന്റെ ഇല എന്തെങ്കിലും ചെയ്യോ ഈ റാഡിഷിന്റെ? ഇല്ലായിരിക്കും അല്ലേ. ബേസിൽ, ഹോളി ബേസിൽ, അല്ല ഹോളി ബേസിൽ ബേസിലത് അവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ടായതാ. ഓ കോളിഫ്ലവർ ഉണ്ടോ? എന്തൊരു കുഞ്ഞാ നോക്ക്. ഇതിൽ നമ്മള് തൂക്കും. പണിക്കാരെ നിർത്താം.
ഒരു സമ്മറിൻ ബത്ലഹേം മോഡാണ് ഇവിടെ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതാ അവിടെ ഒരു കുതിര കണ്ട, 2 കുതിര. ഇത് കണ്ടോ, പണ്ട് കാലത്ത് നിലം ഉഴുത് മറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് തോന്നിട്ട് അത്. പിന്നെ ഇതിനകത്തോട്ടേക്ക് നോക്കിയില്ലേ, അതിനകത്ത് ആ കുതിരവണ്ടി, പഴയ പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരവണ്ടിയുടെ റിമെയിൻസ് കാണാം. പഴയ പൊട്ടിത്തകർന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അവിടെ വളർത്തുന്ന ആടുകളാണ് കേട്ടോ ഇത്. ആമിയും അകും ഉണ്ണിക്കണ്ണനും ഒക്കെ അതിൻ്റെ കൂടെ കുറെ കളിച്ചു. ഇത് വാൾനട്ട് അത്രേ, വലിയ മര തണല. ഈ മരത്തിന്റെ തണലിലാണ് ഈ ആട് ഇരിക്കുന്നത്. ഇത് ആട് തിന്നാൻ നോക്ക് നോക്കൂ. ഞാൻ ആണോ? അയ്യോ, പാവ അല്ലേ? ചൊറിയലാത്ര. ആമി പുല്ലൊക്കെ പറിച്ചു കൊടുക്കുന്നതിന്. കൊടുത്ത ഞങ്ങളങ്ങനെ കേറിയിട്ട. എന്തിനാ ഇങ്ങനെ ഷട്ടറിൽ ഇങ്ങനെ ഒരു വെള്ളാഞ്ചം കളർ ഭയങ്കര അടിക്കുന്നു. വെള്ളാഞ്ചത്ര. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഗൈസ്, ഞങ്ങള് സാധനം പച്ചക്കറി വിറകിലിരിപ്പുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ഫാം, 1722 ആലോചിച്ചോക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഫാം വിസിറ്റിന്റെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചിലപ്പോ ഞങ്ങൾ പൂൾ കളിക്കുകയാണെങ്കിൽ അതും കൂടെ ഇതിൽ ഞാൻ പെടുത്താം. സീറ്റ് ബെൽറ്റ് ഇട്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവരെയും കൊണ്ട് പൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ആമിയും അകും ഉണ്ണിക്കണ്ണനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ.